ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു എ പുതിയ വ്ളോഗ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിന് ഒരു വലിയ സ്പെഷ്യാലിറ്റിയാണ് ഉള്ളത്. അതായത് ഇന്ന് ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റ് ദിവസമാണ്. ഇന്ന് ചേട്ടൻ്റെ എൻഗേജ്മെൻറ്റ് ഡേ ആണ്. അതായത് ചേട്ടൻ്റെ ഒരു സ്വപ്നം സത്യമാവുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. സോ അപ്പോൾ അതിനു വേണ്ടി ഉള്ള പ്രിപ്പറേഷൻസ് നമ്മൾ 2-3 ദിവസം മുമ്പേ തന്നെ തുടങ്ങി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ 2 ദിവസം മുമ്പ് ഉള്ള വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുമ്പം നമ്മളെല്ലാവരും ബിസി ആയിരുന്നു. അതായത് ചേട്ടൻ്റെ ഓഫീസിൽ നിന്ന് വന്ന മാനേജറായാലും ആൾക്കാരായാലും ഫ്രണ്ട്സായാലും അവരെയൊക്കെ വിളിക്കാൻ പോകാനായിട്ട് നമ്മൾ രാവിലെ 2-3 മണിക്കൊക്കെയാണ് എണീച്ച് കാർ ഓടിച്ച് പോയത്. അപ്പം വീഡിയോ എടുക്കാനൊന്നും ഒട്ടും പറ്റിയിട്ടില്ല. ഇന്നലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര തിരക്കേറിയ ഓട്ടങ്ങളായിരുന്നു. സോ ഇന്നാണ് ഞാൻ കുറച്ച് രാവിലെ ഫ്രീ ആയത്. എനിവേ നമുക്ക് ഇന്ന് വ്ളോഗ് അടിച്ചു പൊളിക്കാം. ഈ നിശ്ചയം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ആയൂര് ഇളമാട് ഭരണിക്കാവ് ഭഗവതി ടെമ്പിളിൽ വെച്ചാണ്, അവിടുത്തെ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ നിശ്ചയം നടക്കുന്നത്. സോ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ആൾക്കാരെയൊക്കെ കാണാം, ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും കാണാം. ഇനി നമുക്ക് നേരെ ലെമോസിലോട്ട് പോകണം. ലെമോസിലോട്ട് പോയിട്ട് ചേട്ടൻ്റെ മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മുടിയൊക്കെ കിടിലാക്കി ഒന്ന് സെറ്റ് ചെയ്യണം. മുടിയൊക്കെ നമുക്കൊന്ന് സെറ്റ് ചെയ്യണം. അതിനൊക്കെ ആയിട്ട് ലെമോസിലോട്ട് പോകണം. ഓക്കെ, അത്രയൊക്കെയാണ് ഇപ്പോൾ പറയാനുള്ളത്. രാവിലെ തന്നെ അനിയച്ചനും അച്ഛനും അനുജനും ഭയങ്കര ബിസിയാണ്. നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം നമ്മളെ വീട്ടിലോട്ട് കയറി വന്നിട്ടുണ്ട്. നമ്മൾ അധികം വൈകിപ്പിക്കാതെ തന്നെ നമ്മൾ ഇറങ്ങി നിശ്ചയം നടക്കുന്ന ഓഡിറ്റോറിയത്തിലോട്ട് നമ്മൾ പോകാമെന്ന് വിചാരിച്ചു. നമ്മളെ കാർ ഇന്നലെ കഴുകി നല്ല സെറ്റാക്കി ഇട്ടേക്കുവാണ്. രാവിലെ തന്നെ ചേട്ടൻ്റെ ഉറ്റ സുഹൃത്തുക്കളായിട്ടുള്ള ആദർശണ്ണനും അതുപോലെ തന്നെ അഭിനവണ്ണനും വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം വന്നിട്ടുണ്ട്, അത് വേറെ കാര്യം ഗൈസ്. പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത ആ ഒരു ടൂറിസ്റ്റ് വണ്ടി അത് തിരുവാതിര ഹോളിഡേസിൻ്റെയാണ്. നൈസ് വണ്ടിയാണ് കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ, കിടിലൻ വണ്ടിയാണ്. രാവിലെ തന്നെ അപ്പം ഭയങ്കര ആക്റ്റീവാണ് കേട്ടോ. അപ്പനൊക്കെ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ആക്റ്റീവ്, ഒരു രക്ഷയില്ല, ഭയങ്കര ആക്റ്റീവ്. ആരൊക്കെ ഏത് വണ്ടിയിൽ കയറണമെന്നുള്ള ഡൗട്ടിലാണ് ഇപ്പം നമ്മൾ. അവസാനം ഞാനും കാശിയും കിട്ടൂസും കൂടെ നമ്മൾ ഈ ടൂറിസ്റ്റ് ബസ്സിൽ വരാമെന്ന് പറഞ്ഞു. കാറിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ ചേട്ടൻ, അച്ഛൻ, അമ്മുമ്മ, കമ്മു, അമ്മ, ഇത്രയും പേരാണ് നമ്മളെ ബ്രസ കാറിൻ്റെ അകത്ത് ഉള്ളത്. അപ്പൊ നമ്മുടെ പുതിയാപ്പിളയുടെ നിശ്ചയത്തിനാണ് നമ്മള് പൊക്കോണ്ടിരിക്കുന്നത്. നമ്മളെ ഇതിന്റെ ആദ്യത്തെ ഇതാണ്. അപ്പൊ നമ്മുടെ ഡ്രൈവർ മാമന് എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം. ഡ്രൈവർ മാമന് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കുടുംബത്തിലെ ഫോൺ വന്ന നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മൂത്ത സന്തതിയിലെ ഇപ്പം പുതുതായിട്ട് നിശ്ചയമായിരിക്കുകയാണ്. നമ്മളെ ജനറേഷന്റെ തുടക്കമാണ്. അപ്പൊ അവന് ഈ അസുലഭ നിമിഷത്തിൽ അവൻ എന്താണ് സംസാരിക്കാനുള്ളത്? ഇതിലൂടെ എന്തേലും സംസാരിക്കാവോ? അതൊക്കെ അത്രേ ഉള്ളു. മാമൻ എത്ര വർഷമായി ഡ്രൈവർ പരിപാടി? 25 വർഷമായിട്ടുണ്ട്. വളയം പിടിക്കാൻ തുടങ്ങിയെന്നാണ് മാമൻ അഭിപ്രായപ്പെടുന്നത്.
ഇല്ലല്ല, ഇത് ആർഷണന്റെ. അങ്ങനെ വേണ്ടേ, ഉണ്ടായില്ലേ ചേട്ടാ ഓടണ്ട, പയ്യെ സാവധാനം. ടെൻഷൻ ഉണ്ടല്ലേ കൂട്ടാന്. ഒന്ന് റീലിറങ്ങി ഒന്ന് കത്തണം. Wait a minute. Nice. ഗൈസ്, ഇനി നമുക്ക് നേരെ നമ്മുടെ മെയിൻ വധുവിനെ കാണാൻ പോവാം. വധു മീൻസ് മൈ അപ്കമിങ് ചേട്ടത്തിയെ കാണാനായിട്ട് ഇനി അങ്ങോട്ട് നമുക്ക് പോവാം. ഗൈസ്, സ്നേഹ എന്നാണ് ആളുടെ പേര്. ഇപ്പം ചേട്ടൻ മണ്ഡപത്തിലിരിക്കുകയാണ്. നല്ല ടെൻഷനുണ്ട്. അങ്ങനെ ഗീതു ചേച്ചിയും കാത്തു ചേച്ചിയും കൂടെ വന്നിട്ടുണ്ട്. ഗീതു ചേച്ചി എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ടെൻഷൻ അടിക്കണ്ട എന്നൊക്കെ ആയിരിക്കും. കാരണം ചേട്ടൻ മണ്ഡപത്തിൽ കയറി ഇരുന്നപ്പോൾ തൊട്ടേ നല്ല ടെൻഷനുണ്ട്. പക്ഷേ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് വേറൊരു കാര്യം. അങ്ങനെ സ്നേഹ ചേച്ചി റെഡിയായി ഒരുങ്ങി എല്ലാം സെറ്റായി ഇതാ വന്നിട്ടുണ്ട്. ചേട്ടൻ്റെ മുഖത്ത് ഇപ്പോഴും ആ ഒരു ടെൻഷനുണ്ട്. ചേട്ടൻ നല്ല രീതിയിൽ ടെൻഷൻ അടിച്ച് അവിടെ ഇരിക്കുകയാണ്. ആ ടെൻഷനൊക്കെ പോകണമെങ്കിൽ ഇനി സ്നേഹ ചേച്ചിയിലൂടെ ചേട്ടൻ കുറച്ച് സംസാരിച്ചിരിക്കണം. അപ്പോൾ എന്തായാലും ടെൻഷൻ പോകും. അതിനിയിപ്പം എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും പോകും. ഇനിയിപ്പം ടെൻഷൻ ഫ്രീ ആണ് ചേട്ടൻ ഫുള്ള്. ഇനി അങ്ങോട്ട് രണ്ടുപേരും ഫുള്ള് ടെൻഷൻ ഫ്രീ ആയിരിക്കും, അത് വേറൊരു കാര്യം.
ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു ചേട്ടൻ്റെയും ചേട്ടത്തിയുടെയും നിശ്ചയം. അപ്പോൾ ഇനി അവർക്ക് ഫോട്ടോ എടുക്കാനും അതുപോലെ തന്നെ സദ്യ കഴിക്കാനും പോകുന്ന ആ ഒരു തിരക്കിലാണ് ബാക്കിയുള്ളവരെല്ലാവരും. കാരണം ഈ മോതിരം കൈമാറുന്നതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചടങ്ങ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. അങ്ങനെ നിശ്ചയമൊക്കെ കഴിഞ്ഞ് ഇനി നമ്മളും പോയി കുറച്ച് ഫുഡ് കഴിക്കട്ടെ, നമ്മളും പോയി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കട്ടെ. ടാറ്റ, ബൈ ബൈ, സീ യു.